നമ്മൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് കോട്ടയം ജില്ലയിലെത്തിയിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും വലിയ സ്വീകാര്യതയാണ് ഈ സന്ദേശയാത്രക്കുണ്ടായിട്ടുള്ളത്. നമുക്ക് പല ഗ്രാമങ്ങൾ സന്ദർശിച്ചും അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ചുമൊക്കെ തന്നെ ലഹരിക്കെതിരായുള്ള പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലും ലഹരി മുക്ത ഗ്രാമങ്ങളാക്കാൻ ഈ യാത്രയിലൂടെ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ളതാണ്. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 250ഓളം കളിക്കളങ്ങൾ സന്ദർശിച്ച് അവിടെ കളികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജാഥ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഈ സർക്കാർ എന്താണോ ഉദ്ദേശിക്കുന്നത്, അത് യാഥാർത്ഥ്യമായി വരികയാണ്. ഒരു 3-4 മാസത്തിനുള്ളിൽ രാസലഹരിയില്ലാത്ത കേരളമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ കഴിയും. ഈ കായിക നമ്മുടെ സ്റ്റേഡിയങ്ങളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, മെസ്സി വരുമ്പോൾ കളിക്കാൻ പറ്റിയ സ്റ്റേഡിയങ്ങളില്ല എന്നുള്ളൊരു വിമർശനം. കോട്ടയം നെഹ്റു സ്റ്റേഡിയം പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്. അതിന്റെ ഒരു അവസ്ഥ വർഷങ്ങളായിട്ട് ശോചനീയമായിട്ട് കിടക്കുകയാണ്. വന്നപ്പോൾ ഇത് പരാമർശിക്കുകയും ചെയ്തു ഈ ഒരു പ്രശ്നം. നെഹ്റു സ്റ്റേഡിയം ആയാലും കണ്ണൂർ സ്റ്റേഡിയം ആയാലും പാലക്കാട് സ്റ്റേഡിയം, പഴയ സ്റ്റേഡിയങ്ങൾ, ഇതെല്ലാം തന്നെ റിനോവേറ്റ് ചെയ്യാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതാത് സ്ഥലങ്ങളിലെ ഭരണ നേതൃത്വത്തിന് താല്പര്യക്കുറവ് കൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം പണിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട വാസൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പരിപാടി നടന്നു വരുന്നത്. അത് ഉടൻ തന്നെ 1 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും.